Explain with a neat sketch of Cloverleaf Junction and mark the direction of vehicle movement. നിങ്ങൾ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് അതിൻ്റെ ഫിഗർ. നിങ്ങൾ എങ്ങനെ പരീക്ഷയ്ക്ക് ഇത് വരയ്ക്കും അല്ലേ? വരച്ച് പഠിക്കുക തന്നെ വേണം, വേറെ വഴിയില്ല. പക്ഷേ ഇതിലെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ സെൻറ്റൻസുകൾ എഴുതും? വരയ്ക്കാൻ ഓക്കെ, വരച്ച് പഠിച്ചാൽ മതി. പക്ഷെ എങ്ങനെ ഈ സെൻറ്റൻസുകൾ എഴുതും, അതിലാണ് നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തുതരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പോയിന്റ്സുകളിലേക്ക് കടക്കാം. ഇത് നോക്കിയേ, ഇവിടെ 2 സംഗതികൾ എഴുതിയിട്ടുണ്ട്. ഇന്റർസെക്ഷൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ആണ്. ടൈപ്സ് എന്ന് പറയുമ്പം അതിൻ്റെ തുടക്കത്തിലുള്ള അല്ലെങ്കിൽ അതിനെ വേർതിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കി, ഇവിടെ ഡയറക്റ്റ് ഉണ്ട്, സെമി ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടി കോമ്പിനേഷൻ അല്ലേ ഈ ഫിഗറിൽ വന്നിട്ടുള്ളത്, ആണോ? ഓക്കെ, ഞാൻ ഒരു സംഗതി വരയ്ക്കാം. ഇത് നമ്മളുടെ ഒരു റോഡാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. ഓക്കെ, ഇതും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. ഓക്കെ, നമ്മൾ ഇത് ആ സെൻറ്ററിൽ ഇങ്ങനെ ലൈനുകൾ ഇങ്ങനെ വരുന്നുണ്ട്, അടുത്തത് ഇതാ ഇങ്ങനെ ലൈൻ വരുന്നുണ്ട്. നമ്മളിത് ഇവിടുന്ന് വണ്ടി ഏറ്റ് പോവുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് അല്ലേ, ഇതാണ് നമ്മുടെ റൈറ്റ് എന്ന് പറയും. നമ്മൾ ഇവിടെ നിന്നാണ് വണ്ടിയിൽ പോകണമെങ്കിലോ ഇതാണ് നമ്മുടെ ലെഫ്റ്റ്, ഇതാണ് നമ്മുടെ റൈറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്റ്റ് ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റത്തെ ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടുന്ന് ഇതാ ഡയറക്റ്റ് ആയിട്ട് തിരിയാണ്, റൈറ്റിലൂടെ പോയിട്ട് എങ്ങനെയാണ് തിരിയണത്? ഈ ഡയറക്ഷനിൽ ഇവിടെ നിന്നാണ് തിരിയുന്നത്. റൈറ്റിൽ നിന്നാണ് എവിടേക്കാണ് പോകുന്നത്? റൈറ്റിലേക്ക് അല്ലേ, റൈറ്റിൽ നിന്ന് റൈറ്റിലേക്ക്. അതിനാണ് നമ്മൾ ഡയറക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കിയേ, ഇതാണ് ലെഫ്റ്റ്, റോഡിൻ്റെ ലെഫ്റ്റ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോവാണ്. ഈ റോഡിൻ്റെ ലെഫ്റ്റിൽ നിന്ന് ഇത് എങ്ങോട്ടേക്കാണ് ജോയിൻ ചെയ്യുന്നത്? എവിടേക്കാണ് ജോയിൻ ചെയ്യുന്നത്? ഈ റോഡിൻ്റെ ലെഫ്റ്റിൽ നിന്ന് ഈ റോഡിൻ്റെ റൈറ്റിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയാം? സെമി ഡയറക്റ്റ് എന്ന് പറയാം. ഇനി ഇൻഡയറക്റ്റ് എന്താണ് നോക്കിയേ, നമ്മൾ പറഞ്ഞു ഇതാണ് ലെഫ്റ്റ് അല്ലേ, ലെഫ്റ്റാണ് ഈ സാധനം. ഈ ലെഫ്റ്റിൽ നിന്ന് ഇത് എവിടേക്കാണ് ജോയിൻ ചെയ്യുന്നത്? വീണ്ടും ലെഫ്റ്റിലേക്ക് അല്ലേ, ഈ ഭാഗത്ത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് ജോയിൻ ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയാം? ഇൻഡയറക്റ്റ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇതാ ലെഫ്റ്റിൽ നിന്ന് ഇവിടേക്കുള്ള ലെഫ്റ്റിലേക്ക് പോകുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ കേസ് വരാണെങ്കിലോ ഇവിടുന്ന് എങ്ങോട്ടേക്കാ? ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തന്നെ. സോ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് എന്ത് ഇൻ്റർചേഞ്ചാ? ഡയറക്റ്റ് ഇൻ്റർചേഞ്ചും. അതേപോലെ തന്നെ ഇങ്ങനെ കറങ്ങിതാ ഇങ്ങോട്ടേക്ക് വരുന്നില്ല, അപ്പോൾ ഇതെന്ത് ഇൻ്റർചേഞ്ചാ? ഇൻഡയറക്റ്റ് ഇൻ്റർചേഞ്ചാ. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ലവർലീഫ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ കോമ്പിനേഷനാണ്? ഒരു ഡയറക്റ്റിൻ്റെയും ഇൻഡയറക്റ്റിൻ്റെയും കോമ്പിനേഷനാണ് എന്ത്? ക്ലവർലീഫ്. സോ നമുക്ക് ഇനി ആ പോയിന്റുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ക്ലാസ്സുകളിൽ ചിലപ്പം ജസ്റ്റ് എന്തൊക്കെയാണ് ഇൻ്റർചേഞ്ചുകൾ എന്ന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളൂ. പക്ഷേ ഇത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വരയ്ക്കാനും എളുപ്പമാണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ സെൻറ്റൻസുകൾ ഫോം ചെയ്യാനും എന്താണ് എളുപ്പമാണ്. സോ ഒന്ന് ഓർത്തു വെക്കുക, എന്താണ് ഫിഗർ, എങ്ങനെയാണ് ഫിഗർ വരിക, എന്തൊക്കെയാണ് നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ പോയിന്റ്സുകളിലേക്ക് ഒന്ന് വായിച്ചു നോക്കാം. Cloverleaf interchange contains 4 legs, 4 legs and 8 rams അല്ലേ? 4 ലെഗ്, 1 2 3 4. ഇനി എത്ര റാംസ് ഉണ്ട് നോക്കിയേ, അതും ഇതേപോലെ നോക്കുമ്പോൾ 1 2 3 4 5 6 7 8 അല്ലേ, ടോട്ടൽ 8 റാംസ്. അപ്പോൾ നമ്മൾ 4 ലെഗ്സ് ഉണ്ട് പറഞ്ഞു, ആൻഡ് 8 റാംസ്, 4 × 2 നേരെ പിന്നെ ഡബിൾ ആണ്. അപ്പോൾ 8 റാംസും ഉണ്ട്, അതേപോലെ 4 ലെഗ്സും ഉണ്ട് നമ്മൾ എന്തിനും ക്ലവർലീഫ് ഇന്റർചേഞ്ച്. ഇനി ഈച്ച് ക്വാഡ്രന്റ്, ഇനി ഒരു ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു XY ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഇത് 1 ആണ്, ഇത് 2 ആണ്, 3 ആണ്, ഇത് 4 ആണ്. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മാത്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച സംഗതിയാണല്ലേ. ദിസ് ടൈപ്പ് ഓഫ്, ഇനി ഈച്ച് ക്വാഡ്രന്റിൽ എന്താ ഉള്ളത്? ഒരു ഡയറക്റ്റ് ഇന്റർചേഞ്ച് റാമ്പ് ഉണ്ട്, ഞാൻ പറഞ്ഞു നേരെ ഇങ്ങനെയുള്ള ഒരു ഇന്റർചേഞ്ച് റാമ്പ് ഉണ്ട്. അതേപോലെ 1 ഇൻഡയറക്റ്റ് ഇന്റർചേഞ്ച് റാമ്പ് ഉണ്ട് അല്ലേ, അതായത് ഇങ്ങനെ കറങ്ങിയിട്ടുള്ളൊരു സാധനം അതല്ലേ, ഇങ്ങനെ ഒരു കറങ്ങിയിട്ടുള്ളൊരു സാധനമുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഒരു ക്വാഡ്രന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്? ഒരു ഡയറക്റ്റ് ഇന്റർചേഞ്ച് ഉണ്ട്, ഒരു ഇൻഡയറക്റ്റ് ഇന്റർചേഞ്ച് ഉണ്ട്. അതാണ് എന്ത് നമ്മളുടെ ഈ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ഇന്റർചേഞ്ച്, എന്താണ് ഈ ടൈപ്പ് ഓഫ് ഇന്റർചേഞ്ച് നമുക്ക് ഫുൾഫില്ല് ചെയ്ത് തരണം? അതായത് കംപ്ലീറ്റ് സെപ്പറേഷൻ ഓഫ് ട്രാഫിക് അല്ലേ, എല്ലാ തരത്തിലും യാതൊരു തരത്തിലും മിക്സ്ഡ് അപ്പ് ആവാത്ത രീതിയിലുള്ള ട്രാഫിക് നമുക്ക് ഉറപ്പ് വരുത്തുന്നുണ്ട് എന്ത്? ഈ ക്ലവർലീഫ് പിന്നെ ജംഗ്ഷൻ നമ്മൾ കൊടുക്കുന്നതിലൂടെ. അതേപോലെ തന്നെ ക്ലവർലീഫ് ഇന്റർചേഞ്ച് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണത്? 2 മേജർ ആയിട്ടുള്ള ഹൈവേസ് ക്രോസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ക്ലവർലീഫ് കൊടുക്കുക. ഇതൊരു മെയിൻ ഹൈവേ ആണ് ആൻഡ് ഇതൊരു മെയിൻ ഹൈവേ ആണ്. അപ്പോൾ ഈ ഹൈവേയിൽ നിന്ന് ഈ ഹൈവേയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ഇന്റർചേഞ്ച് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. സോ 2 മെയിൻ ഹൈവേ ക്രോസ് ചെയ്യുന്നിടത്താണ് നമ്മൾ ആരെ യൂസ് ചെയ്യുക? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലവർലീഫ് ജംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന്